So hi guys, welcome back to our YouTube channel Health Inspector Crew. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഹൈജീനെ പറ്റിയാണ്. മെൻസ്ട്രേഷൻ എന്താണെന്ന് പഠിച്ചു, മെൻസ്ട്രേഷൻ്റെ പല സൈക്കിൾസ് പഠിച്ചു. പക്ഷേ മെൻസ്ട്രൽ ഹൈജീനെ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള നോളജാണ് നമുക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അതിനെ പറ്റിയായിരിക്കും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ടോപ്പിക്കാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മെൻസ്ട്രൽ ഹൈജീൻ ഇസ് എ ഹ്യൂമൻ റൈറ്റ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സിലുള്ള ഒരു കാര്യമാണ് മെൻസ്ട്രൽ ഹൈജീൻ പ്രാക്ടീസസ് എന്നുള്ളത്. അടുത്തത്, വൈ ഈസ് മെൻസ്ട്രൽ ഹൈജീൻ ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് നമ്മൾ മെൻസ്ട്രൽ ഹൈജീന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നാണ്. ഇൻ മോസ്റ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഇറ്റ് റിമെയിൻസ് ടാബു ആൻഡ് ഈസ് റെയർലി ടോക്ഡ് അബൌട്ട്. ഇന്നത്തെ കാലത്തും പല സ്ഥലത്തും അതൊരു ഇംപ്യൂരിറ്റി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. മെൻസസിനെയും മെൻസ്ട്രൽ ഹൈജീനെയും ഒരു ടാബു അല്ലെങ്കിൽ ഒരു ഇംപ്യൂരിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. കറൻ്റ്ലി കൾച്ചറൽ പ്രാക്ടീസസ് ആൻഡ് ടാബൂസ് around menstruation impact negatively on the lives of women and girls and reinforce gender inequalities and exclusion. സോ ഇത് ഇംപ്യൂരിറ്റി ആയിട്ട് കണക്കാക്കുന്നത് വഴി പല രീതിയിലുള്ള ജെൻഡർ ഇനീക്വാളിറ്റീസും എക്സ്ക്ലൂഷനുമാണ് നമ്മുടെ ലോകത്തിൽ എല്ലാ സ്ഥലത്തുമുള്ള ഫീമെയിൽസ് നേരിടുന്നത്. അടുത്തത്, മെൻസ്ട്രേഷൻ എന്താണെന്ന് ഒരു ബേസിക് ആയിട്ട് പറഞ്ഞുതരാം. മെൻസ്ട്രേഷൻ ഇസ് ദ പീരിയോഡിക് ഡിസ്ചാർജ് ഓഫ് ബ്ലഡ് ആൻഡ് സ്ലൗഡ് എൻഡോമെട്രിയം കളക്റ്റീവ്ലി കോൾഡ് മെൻസസ് ഓർ മെൻസ്ട്രൽ ഫ്ലോ ത്രൂ ദ വജൈന. സോ മെൻസ്ട്രേഷൻ ഒന്നില്ലെങ്കിൽ നമ്മൾ മെൻസസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ മെൻസ്ട്രൽ ഫ്ലോ എന്നും വിളിക്കും. ഇതെന്ന് പറയുന്നത് പീരിയോഡിക് ആയിട്ട് നമ്മുടെ വജൈനയിൽ കൂടെ നമ്മുടെ ബോഡി, ഫീമെയിൽസിൻ്റെ ബോഡി എല്ലാ മന്തിലും പ്രഗ്നൻസിക്ക് വേണ്ടി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് വേണ്ടി നമ്മുടെ യൂട്രൈൻ ലൈൻസ് പ്രിപ്പയർ ചെയ്യും. സോ ആ പ്രഗ്നൻസി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത സമയത്ത് നമ്മുടെ ആ എൻഡോമെട്രിയവും ബ്ലഡും വജൈനയിൽ കൂടെ പീരിയോഡിക് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെൻസ്ട്രേഷൻ എന്ന് ബേസിക് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മിത്ത് വേഴ്സസ് ഫാക്ട്. അതായത് എന്തൊക്കെ തെറ്റിദ്ധാരണയുണ്ട്, പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് മിത്ത് ഇസ് മെൻസ്ട്രൽ ബ്ലഡ് ഇസ് ഡേർട്ടി ഓർ ഇംപ്യൂർ. മെൻസ്ട്രൽ ബ്ലഡ് ഡേർട്ടി അല്ലെങ്കിൽ ഇംപ്യൂർ ആണെന്ന് ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ശരിക്കും അത് നമ്മുടെ യൂട്രൈൻ ലൈൻ ഷെഡ് ചെയ്യുന്നതാണ്, വിച്ച് ഈസ് എ സൈൻ ഓഫ് എ ഹെൽത്തി റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, നോട്ട് ഇൻഹെറൻ്റ്ലി അൺക്ലീൻ അല്ല, പക്ഷെ ഒരു ഹെൽത്തി റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സൈനാണിത്. നെക്സ്റ്റ് ഈസ് അടുത്ത മിത്ത് എന്ന് പറയുന്നത് ബാത്തിങ് ഓർ വാഷിംഗ് ഹെയർ ഡ്യൂറിങ് പീരിയഡ്സ് ഇസ് ഹാർംഫുൾ. ഇന്നും പ്രാക്ടീസസ്, അതായത് ഹൈജീൻ പ്രാക്ടീസസ് പല സ്ഥലത്തും തെറ്റാണ്, ചീത്തയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ബട്ട് ഇൻ ഫാക്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു ഹൈജീൻ മെൻസസിൻ്റെ സമയത്ത് നമുക്ക് ഉണ്ടാവണം. സോ എ ഗുഡ് ഹൈജീൻ ഇസ് എസെൻഷ്യൽ. വാം ബാത്ത്സ് ക്യാൻ റിലീവ് ക്രാംപ്. നല്ല രീതിക്ക് ഹൈജീനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രാംസ് ഒക്കെ ഒരുപാട് റിലീവ് ചെയ്യും. അടുത്ത മിത്ത് എന്ന് പറയുന്നത് യു ഷുഡൻ എക്സസൈസ് ഡ്യൂറിങ് യുവർ പീരിയഡ്സ്. പക്ഷേ ശരിക്കുമുള്ള ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ടു മോഡറേറ്റ് എക്സസൈസ് ലൈക്ക് യോഗ, വാക്കിംഗ് ഹെൽപ്സ് യുവർ ക്രാംപ്, മൂഡ് ആൻഡ് ബ്ലോട്ടിങ്. നമുക്ക് ചെറിയ എക്സസൈസൊക്കെ മെൻസസിൻ്റെ ഇടയിൽ ചെയ്യുന്നത് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇൻഫാക്റ്റ് അത് ചെയ്യരുതെന്നാണ് എല്ലാവരും പറയുന്നത്. അടുത്ത മിത്ത് എന്ന് പറഞ്ഞാൽ മെൻസ്ട്രേഷൻ മേക്സ് യു ഇംപ്യൂർ ഫോർ റിലീജിയസ് ആക്ടിവിറ്റീസ് ഓർ കുക്കിംഗ്. പല സ്ഥലത്തും നമുക്ക് മെൻസസ് ആയ പല റിലീജിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും നമുക്ക് കയറാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും റിലീജിയസ് പ്രാക്ടീസസിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ്സ് ബിക്കോസ് അതൊരു ഇംപ്യൂർ, നമ്മുടെ മെൻസ്ട്രേഷൻ ഇംപ്യൂർ ആണെന്ന് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷേ ഇതൊക്കെ പണ്ടത്തെ ബിലീഫാണെന്ന് ഉള്ള ഫാക്റ്റ് നമ്മൾ തിരിച്ചറിയണം. നെക്സ്റ്റ്, മൂവിങ് ഓൺ ടു ദ ഗുഡ് മെൻസ്ട്രൽ ഹൈജീൻ പ്രാക്ടീസസ്. ശരിക്കും നമ്മൾ ചെയ്യേണ്ട ഗുഡ് ആയിട്ടുള്ള മെൻസ്ട്രൽ പ്രാക്ടീസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ചേഞ്ച് പ്രോഡക്ട്സ് റെഗുലർലി. നമ്മൾ മെൻസ്ട്രേഷൻ്റെ സമയത്ത് ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്യും, ലൈക്ക് പാഡ്സ്, ടാംപോൺസ് ആൻഡ് കപ്പ്. ഇതൊക്കെ റെഗുലർലി നമ്മൾ ചേഞ്ച് ചെയ്യണം. പാഡ്സ്, ടാംപോൺസ് ഓർ കപ്സ് ഷുഡ് ബി ചേഞ്ച്ഡ് എവറി ഫ്യൂ അവേഴ്സ് ടു പ്രിവെൻറ്റ് ഓഡർ ആൻഡ് ഇൻഫെക്ഷൻസ്. ഇതൊരു കറക്റ്റ് സമയത്ത് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ പലതരത്തിലുള്ള ഓഡേഴ്സ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് ഇസ് പ്രാക്ടീസ് ഗുഡ് ഹൈജീൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുളിക്കുക, ജനൈറ്റൽ ഏരിയാസൊക്കെ നമ്മൾ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. അതായത് ഭയങ്കര ഹാർഷായിട്ടുള്ള സോപ്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് മൈൽഡായിട്ടുള്ള വജൈനൽ വാഷേഴ്സൊക്കെ യൂസ് ചെയ്ത് നമ്മളവിടെ ക്ലീനായിട്ട് നിൽക്കുക, ക്ലീനായിട്ട് വെക്കുക. അടുത്തത്, സ്റ്റേ ആക്റ്റീവ്. ആസ് ഐ സെഡ്, ജെൻറ്റിലായിട്ടുള്ള എക്സസൈസൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ക്രാംസ് കുറയും, നമ്മുടെ ഡിസ്കംഫർട്ടൊക്കെ കുറയും. ഈറ്റ് വെൽ, ഫോക്കസ് ഓൺ അയോൺ, കാൽഷ്യം ആൻഡ് വിറ്റമിൻസ്, സ്റ്റേ ഹൈഡ്രേറ്റഡ്. മെൻസ്ട്രേഷൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടാവും, അതുകൊണ്ട് അയോൺ, കാൽഷ്യം, വിറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കാം. അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാം. ട്രാക്ക് യുവർ സൈക്കിൾ.
വിച്ച് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് യുവർ ബോഡി ആൻഡ് ഡിറ്റക്ട് ഇഷ്യൂസ്. നമ്മൾ മെൻസസ് എപ്പോഴാണ് വരുന്നതെന്ന് എല്ലാ മന്തിലും നമ്മൾ ട്രാക്ക് ചെയ്യണം. നമ്മൾ ട്രാക്ക് ചെയ്യുമ്പം നമുക്ക് എന്തെങ്കിലും PCOSൻ്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. മെൻസസ് ഇറഗുലർ ആണോ, ലേറ്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ഇസ് മെൻസ്ട്രൽ ഫ്ലോ മാനേജ്മെൻറ്റ്. മെൻസസിൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടാണ് മെൻസ്ട്രൽ ഫ്ലോ മാനേജ് ചെയ്യേണ്ടതെന്നാണ്. സോ ദ ഫസ്റ്റ് വൺ ഇസ് നമ്മൾ കുറേ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യും. അതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് 3 ആയിരിക്കും: പാഡ്, ടാംപോൺസ് ആൻഡ് മെൻസ്ട്രൽ കപ്സ്. സോ പാഡ് എന്ന് പറയുന്നത് pads are rectangles of absorbent material that is attached to the inside of a girl's underwear and catch menstrual cycle. നമ്മൾ ഗേൾസിൻ്റെ പാൻറ്റീസിൻ്റെ ലൈനിങ്ങിൽ നമ്മൾ പാഡ് വെച്ച് കൊടുക്കും. അതൊരു അബ്സോർബൻ മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ബ്ലഡ് അതിലേക്ക് അബ്സോർബ് ആവും. പീരിയോഡിക്കലി നമ്മളത് ഫില്ലാവുന്നതനുസരിച്ച് നമ്മളത് ഡിസ്കാർഡ് ചെയ്ത് പുതിയത് വെക്കും. Next is tampons. Tampons absorb blood from inside the vagina. A tampon is also made of absorbent material, but it is compressed into a small tube. ഇത് പാഡ് പോലെ ഒരു അബ്സോർബൻ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് കംപ്രസ് ചെയ്തൊരു ട്യൂബ് ഫോമിലാക്കിയിട്ടുണ്ട്. സോ ദാറ്റ് അത് നമുക്ക് വജൈനയുടെ ഇൻസൈഡിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റും. സോ പാഡെന്ന് പറയുന്നത് നമ്മൾ ഔട്ട്സൈഡ് ഓഫ് വജൈനാണ് യൂസ് ചെയ്യുമെങ്കിൽ ടാംപോൺസ് ഇൻസൈഡ് ദ വജൈനയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് മെൻസ്ട്രൽ കപ്പ്. മെൻസ്ട്രൽ കപ്പ് ഇപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയാം, ലൈക്ക് എ ടാംപോൺ, a menstrual cup is inserted into the vagina. Instead of absorbing blood, the cup catches it before it flows out of the vagina. Menstrual cups are made of flexible materials like rubber or silicone. നമ്മൾ പാഡും ടാംപോണൊക്കെ അബ്സോർബൻ മെറ്റീരിയൽ വെച്ചിട്ടാണെങ്കിൽ കപ്പെന്ന് പറയുന്നത് സിലിക്കോൺ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റബ്ബർ പോലത്തെ എന്തെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുന്നത്. അത് ബാക്കിയുള്ളതൊക്കെ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ഇത് കളക്റ്റ് ആയിരിക്കും ചെയ്യുക, എന്നിട്ട് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. സോ ദ ഫസ്റ്റ് വൺ ഇസ് മെൻസ്ട്രൽ കപ്പ് ആയിരിക്കും. അത് നമ്മൾ വജൈനയുടെ അകത്ത് ഇൻസേർട്ട് ചെയ്യും, അത് ബ്ലഡ് ക്യാച്ച് ചെയ്യും, ലേറ്റർ നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് റീയൂസ് ചെയ്യും. ടാംപോൺസ് എന്ന് പറയുന്നത് അബ്സോർബൻ മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ കംപ്രസ്ഡ് ആണ്. അത് അബ്സോർബൻ മെറ്റീരിയൽ തന്നെയാണ്. സോ അത് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുക നമ്മൾ വജൈനയുടെ അകത്തേക്ക്. അത് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റിമൂവ് ചെയ്യും, ഡിസ്കാർഡ് ചെയ്യും, റീയൂസ് ചെയ്യത്തില്ല. പാഡും ഇതേപോലെ തന്നെ അബ്സോർബൻ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഔട്ട്സൈഡ് ഓഫ് വജൈന ആയിരിക്കും നമ്മൾ വെക്കുന്നത്. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ പ്രാക്ടീസസ് ടു അവോയ്ഡ്. വജൈനൽ ഡൂഷിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വജൈന റിൻസ് ചെയ്യണതിനെയാണ് വജൈനൽ ഡൂഷിംഗ് എന്ന് പറയുന്നത്. ലിക്വിഡ്സോ വാട്ടറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മുടെ വജൈനയുടെ അകം ക്ലീൻ ചെയ്ത് റിൻസ് ചെയ്യണതിനെയാണ് അങ്ങനെ പറയുന്നത്. സോ അത് മെയിൻലി ചെയ്യണത് എപ്പോഴാണെന്ന് വെച്ചാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ ഫംഗൽ ഇൻഫെക്ഷൻസോ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസൊക്കെ ഒക്കെ വരുമ്പോഴാണ് നമ്മളത് കൂടുതലും ചെയ്യുക. സോ ഇത് നമ്മൾ ചെയ്യുമ്പം കൂടുതൽ ഇൻഫെക്ഷൻസ് നമ്മുടെ വജൈനയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് റിസ്ക് ഉണ്ടാവുക. സോ better to avoid this practice. The vagina is a self-cleansing and naturally clears menstrual debris within hour. So നമ്മുടെ വജൈന എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ക്ലെൻസിങ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. സോ വിത്തിൻ അവേഴ്സ് കൊണ്ട് നമ്മുടെ മെൻസ്ട്രേഷൻ്റെ സമയത്ത് ഉണ്ടായ ബ്ലഡും ഡെബ്രിസും ഒക്കെ സെൽഫായിട്ട് ക്ലീൻ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ വജൈനയ്ക്കുണ്ട്. അടുത്തത് അവോയ്ഡ് സ്കിപ്പിംഗ് മീൽസ്. പല ഗേൾസിനും പീരിയഡ്സിൻ്റെ സമയത്ത് എക്സസീവ് വയറുവേദനയും വോമിറ്റിങ്ങും ഒക്കെ കാരണം പലരും മീൽസൊക്കെ സ്കിപ്പ് ചെയ്യും. സോ അതൊരു അൺനെസസറി പ്രാക്ടീസാണ്. നമ്മൾ മീൽസ് സ്കിപ്പ് ചെയ്യുന്നത് വഴി നമ്മൾ കൂടുതലും ക്ഷീണിതയാവുകയാണ് ചെയ്യുക. സോ അവോയ്ഡ് ഡൂയിങ് ദാറ്റ്. അവോയ്ഡ് ജങ്ക് ഫുഡ്സ് ആസ് ദേ ക്യാൻ കോസ് ബ്ലോട്ടിങ്. നമുക്ക് ക്രേവിങ്സ് ഉണ്ടാകും. നമ്മളപ്പോൾ ഒരുപാട് പ്രോസസ്ഡ് ഫുഡ്സും പാക്ഡ് ഫുഡ്സൊക്കെ കഴിക്കുമ്പോൾ അത് നമ്മുടെ മെൻസ്ട്രൽ സൈൻസിനെ വേഴ്സൺ ചെയ്യുകയാണ് ചെയ്യുക. ലൈക്ക് ബ്ലോട്ടിംഗ് ഒക്കെ കൂടും. അവോയ്ഡ് സ്ട്രെയിനസ് ആക്ടിവിറ്റീസ് ആസ് ഇറ്റ് ക്യാൻ കോസ് ക്രാംസ്. നേരത്തെ പറഞ്ഞ പോലെ മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാം, പക്ഷേ എക്സസീവ് ആയിട്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്യരുത്. അവോയ്ഡ് കീപ്പിംഗ് പാഡ്സ് ഓർ ടാംപോൺസ് ഫോർ വെരി ലോങ് ടൈം ആസ് ഇറ്റ് ക്യാൻ ലീഡ് ടു ബാഡ് ഓഡേഴ്സ്, റാഷസ് ആൻഡ് ഇൻഫെക്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പീരിയഡ്സ് മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്ത് മാത്രമാണ് നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം പീരീഡിൽ മാത്രം യൂസ് ചെയ്യുക. പ്രൊലോങ്ഡ് പീരീഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല ഇൻഫെക്ഷൻസും ബാഡ് ഓഡേഴ്സൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു ബേസിക് ഹൈജീനാണ് നമ്മളിത് ഒരു ഫിക്സഡ് പീരീഡ് കഴിയുമ്പോൾ മാറ്റുക എന്നുള്ളത്. So as a conclusion, good menstrual hygiene helps maintain comfort, health and confidence.
അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ ക്യാൻ റെഡ്യൂസ് മിത്സ്, സ്റ്റിഗ്മ ആൻഡ് അൺഹെൽതി പ്രാക്ടീസസ്. സോ ഒരു നല്ല മെൻസ്ട്രൽ ഹൈജീൻ പ്രാക്ടീസസ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തന്നെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, ഹെൽത്ത് നന്നായിട്ട് നോക്കാൻ പറ്റും, നമുക്കൊരു കംഫർട്ട് ഉണ്ടാകും. അതേപോലെ നമുക്കുള്ള നോളജ് മറ്റുള്ളവർക്ക് കൊടുക്കുക, അങ്ങനെ ബാക്കിയുള്ളവരിലും അവയർനെസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് മിത്ത്, സ്റ്റിഗ്മ, അന്ധവിശ്വാസങ്ങൾ, അൺഹെൽത്തി ആയിട്ട് പലരും ഇപ്പോഴും ഫോളോ ചെയ്യുന്ന പ്രാക്ടീസസൊക്കെ നമുക്കൊരു എക്സ്റ്റെൻറ്റ് വരെ മാറ്റാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്ലാസ് ആൻഡ് താങ്ക് യു. എന്തെങ്കിലും എൻക്വയറീസോ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ, സോ ദാറ്റ് ഞങ്ങൾക്ക് അതിന് ഉത്തരവൊക്കെ തന്ന് എല്ലാം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ഐ ഹോപ്പ് യു എൻജോയ് ദ ക്ലാസ് ആൻഡ് താങ്ക് യു വൺസ് അഗൈൻ.